ശ്രീ നജീബ് കാന്തപുരം. സർ, ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മിക്ക വികസിത രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതികമായ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണിപ്പോൾ. പ്രത്യേകിച്ചും ബയോമെട്രിക് മോണിറ്ററിംഗ്, AI ബേസ്ഡ് സർവേലൻസ്, ഇലക്ട്രോണിക് ടാഗിംഗ്, മോഷൻ സെൻസേഴ്സ്, സ്മാർട്ട് ഫെൻസിംഗ്, ഡ്രോൺ സർവേലൻസ്, റിയൽ ടൈം ട്രാക്കിംഗ് തുടങ്ങിയിട്ടുള്ള ആധുനികമായിട്ടുള്ള നിരവധിയായ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ജയിലിൻ്റെ മതിലുകൾ ഉയർത്തിയതുകൊണ്ട് മാത്രമായില്ല സർ, ഇന്ന് അത്രയേറെ ടെക്നോളജി അറിയുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ പരിജ്ഞാനമുള്ള തടവറയിൽ കഴിയുന്ന പ്രതികളെ ഇത്തരത്തിൽ ജയിൽ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ലഭ്യമാകും എന്നിരിക്കെ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയെ ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഏതെങ്കിലും പുതിയ ഐഡിയാസ് ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ച് ജയിലുകളിലും ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്ത് നിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും. ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ആ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ബോഡി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാവുന്നത് തന്നെയാണ്.